വാവ്, നല്ല ജ്യൂസിയാണ്, നല്ല മധുരമുണ്ട്. നല്ല മധുരമുള്ള പൈനാപ്പിൾ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കട്ട് ചെയ്ത നൈജീരിയൻ പൈനാപ്പിളാണിത്. കണ്ടോ, അതിൻ്റെ റിവ്യൂ ഒക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ പൈനാപ്പിൾ നമ്മൾ നട്ടതിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ഇത് കഴിഞ്ഞ ആഴ്ച നമ്മൾ കഴിച്ച പൈനാപ്പിളിൻ്റെ ഹെഡാണ്. ഇത് ഹൈബ്രിഡ് നൈജീരിയൻ വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ഹെഡ് നട്ട ഒരു പ്ലാന്റിൻ്റെ പൈനാപ്പിളിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ സക്കർ നട്ടതും ഹെഡ് നട്ടതും ഒരേ ടൈമിലാണ്, ഒരേപോലെ ഗ്രോ ബാഗിലാണ്. ഈ സക്കറിൽ പൈനാപ്പിൾ ഉണ്ടായതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് ഹെഡ് നട്ടയിലുണ്ടായി. അപ്പോൾ ഇതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് കാണാം. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ധാരാളം സക്കറുകൾ പൊട്ടിച്ചെടുത്തായിരുന്നു. ഒരു 5-10 സക്കറുകൾ നമുക്ക് ഇതിന് കിട്ടിയിരുന്നു. ഇനി നമുക്ക് ഹെഡ് റെഡി ആയിട്ടുണ്ട്, പൈനാപ്പിൾ പാകമായിട്ടുണ്ട്. നമുക്കത് നോക്കാം. ഇതാണ് നമ്മൾ ഹെഡ് നട്ട പൈനാപ്പിൾ. ഇതിനൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു സക്കർ പോലും കിട്ടിയിട്ടില്ല, പൊട്ടി വന്നിട്ടില്ല. എന്നാൽ ഇതിൻ്റെ ഹെഡിന്, ഇതിൻ്റെ ടോപ്പിന് നല്ല വലിപ്പമുണ്ട്. പൈനാപ്പിൾ നമ്മൾ കട്ട് ചെയ്യുകയാണ്. ഉണ്ടോ, ഇതാണ് ഹെഡ് നട്ട പൈനാപ്പിൾ. ഏകദേശം 4 കിലോയോളം വലിപ്പമുള്ള പൈനാപ്പിൾ നമ്മൾ കട്ട് ചെയ്യാൻ പോവുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഇതിൻ്റെ ഒരു ചെറിയ പൈനാപ്പിൾ കട്ട് ചെയ്തിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കാം. ഇതാണ് ഇതിൻ്റെ ഹെഡ്. നമ്മൾ ഈ ഹെഡ് പ്ലാന്റ് ചെയ്യുന്നുണ്ട്. നല്ല വലിപ്പമുള്ള ഹെഡാണ്. ഈസിയായിട്ട് സ്കിന്നിങ്ങനെ പോരുന്നുണ്ട്. കട്ട് ചെയ്യാൻ വളരെ ഈസി ആയിട്ടുള്ളൊരു പൈനാപ്പിളാണ് ഈ നൈജീരിയൻ പൈനാപ്പിൾ. നൈജീരിയൻ്റെ ഉൾവശം നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നല്ല ജ്യൂസി ആയിട്ടുള്ള പൈനാപ്പിളാണ്. നമുക്കിതിൻ്റെ മധുരം ഒന്ന് നോക്കാം. ഒരു പീസ് കട്ട് ചെയ്ത് മധുരം നോക്കാൻ പോവാണ്. നല്ല ജ്യൂസിയാണ്, നല്ല കടും മധുരമാണ്. നമ്മുടെ 2 സുഹൃത്തുക്കളോട് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ കൂടെ അഭിപ്രായം നമുക്കൊന്ന് നോക്കാം. വാവ്, നല്ല ജ്യൂസിയാണ്, നല്ല മധുരമുണ്ട്. പൈനാപ്പിൾ പോലെ ഉണ്ട്, പക്ഷെ എന്നാലും അതിനേക്കാളും നല്ല മധുരം. ഇത്ര മധുരമുള്ള പൈനാപ്പിൾ ഞാൻ ഇതുവരെയും കഴിച്ചിട്ടില്ല. നല്ല മധുരമുള്ള പൈനാപ്പിൾ, നല്ല ജ്യൂസി ഒക്കെ ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റും ഉള്ള ഒരു പൈനാപ്പിൾ ആണ്. ഞാൻ ഇത് ഇതുവരെ ആയിട്ടും കഴിച്ചിട്ടില്ല. ഡാർഫ് വെറൈറ്റി ഒലോസോപ്പോ ഇങ്ങനെ കൊല പോലെ വിളഞ്ഞ് വരികയാണ്. കണ്ടോ, നിറയെ ഫ്രൂട്ടുകളാണ്. കണ്ടില്ലേ, ഇത് വെയിറ്റ് കാരണം അല്പം താന്ന് കിടക്കുകയാണ്. ഈ ഡാർഫ് വെറൈറ്റി ഒലോസാപ്പോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ചട്ടിയിലും വെക്കാം. നമുക്കിത് ലെയർ തൈ 1-ാം വർഷം കായ്ച്ചു. ഇത് 4ാമത്തെ വിളവെടുപ്പാണ്. അപ്പോൾ നിറയെ ഉണ്ടായിട്ടുണ്ട്. അവിടെയൊക്കെ വീണ്ടും കവർ ചെയ്യുന്നുണ്ട്. ഞാനിതിനു മുമ്പ് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇതിൻ്റെ ഫ്രൂട്ട് നമ്മൾ എല്ലാം കവറിലിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു കാരണം, ഓരോ ഫ്രൂട്ടിനും അതിൻ്റെ വിളവെടുപ്പിൻ്റെ ഓരോ രീതികളുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ വിളവെടുത്തെങ്കിലേ നമുക്കതിൻ്റെ കറക്റ്റ് ടേസ്റ്റും മധുരം കിട്ടത്തുള്ളൂ. ഉദാഹരണമായിട്ട് അച്ചാച്ചെറു കളർ മാറുമ്പോൾ തന്നെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അതിന് പുളി ആണ്. എന്നാൽ അതിൻ്റെ ആ ഒരു പാകമുണ്ട്, അതിൻ്റെ കളർ മാറുന്ന ഒരു പാകമുണ്ട്. അതിൽ കഴിക്കുമ്പോൾ നല്ല സൂപ്പർ
ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ട്, മധുരമുള്ള ഫ്രൂട്ടാണ് ചച്ചൂർ എന്ന് പറഞ്ഞ പോലെ. ഒലോസോപ്പോ ഇപ്പോൾ ഇതുണ്ടല്ലോ, ഇത് ഇവിടെ കളർ മാറി കിടക്കുന്നുണ്ട്. ഇത് ഈ കളറായിട്ടുണ്ട്. പക്ഷേ ഈ കളറിലും നമുക്ക് പൊട്ടിക്കാൻ പറ്റത്തില്ല. ഇതുണ്ടോ, ഇവിടെ നമ്മൾ കവർ ഇട്ടതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇതുണ്ടോ, ഇവിടെ ഒരെണ്ണം കവറിലേക്ക് ചാടിക്കിടക്കുകയാണ്. ഈ ചാടിക്കിടക്കുന്ന ഇതുണ്ട്, ഇവിടെയൊക്കെ നിറയെ ഫ്രൂട്ടുകളാണ്. ഈ കവറിൽ ചാടിക്കിടക്കുന്ന ഫ്രൂട്ട് നമുക്കൊന്ന് എടുക്കാം. കണ്ടോ, നല്ല സ്മെല്ലുണ്ട്. നല്ല പ്രത്യേകമായിട്ടുള്ളൊരു സ്മെല്ല് ഇപ്പം തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഒരെണ്ണം നമ്മൾ വിളഞ്ഞ് ചാടി അത് നമ്മൾ എടുത്തിരിക്കുകയാണ്. ഇവിടെയൊക്കെ കളർ മാറി കിടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നല്ല കളറായിട്ടുണ്ട്. പക്ഷേ ഇത് പാകമായിട്ടില്ല. ഇത് പാകമാകുന്ന ഒരു രീതി എന്ന് പറയുന്ന ഫ്രൂട്ട് നമ്മൾ തട്ടുമ്പോൾ താഴേക്ക് വീഴുന്ന ഒരു പരുവം, അതാണ് ഇതിൻ്റെ പരുവം. കണ്ടില്ലേ? അപ്പോൾ ഇത് ഇന്ന് ഞാൻ കഴിക്കുന്നില്ല, ഇത് നാളെയാണ് കഴിക്കുന്നത്. നാളെ കഴിക്കുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റും മധുരവും കൂടും. 2 ദിവസം വെയിറ്റ് ചെയ്യുവാണെങ്കിൽ അത്രയും കൂടുതൽ ടേസ്റ്റ് മധുരം ഉണ്ടാവും. നാളെ ചില കൊച്ചു കൂട്ടുകാരും ടേസ്റ്റ് നോക്കാൻ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായം മാത്രം പോരാ, അവരും കൂടെ എന്താ പറയണമെന്ന് നമുക്ക് നോക്കണം. ഇപ്പോൾ തന്നെ നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ ഇതാണ് ഡാർഫ് വെറൈറ്റി ഒലോസോപ്പോ. പലർക്കും 4, 6, 8 വർഷമായിട്ട് കായ്ക്കാത്ത ഒലോസാപ്പയുണ്ട്. പക്ഷേ ഇത് 1-ാം വർഷം ലേറുതായി നമുക്കിവിടെ കായ്ച്ചതാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ടാണ്. കാരണം ഇതിന് പല വേരിയൻ്റ് ഉണ്ട്. പക്ഷേ ഈ വേരിയൻ്റ്, ഈ ഒരു ഇനം, ഈ ഡാർഫ് വെറൈറ്റി അതീവ ടേസ്റ്റ് മധുരമുള്ളതാണ്. നല്ലൊരു ഫ്രൂട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ദിവസം, ഒരു ദിവസം ഒന്ന് കീപ്പ് ചെയ്തിട്ട് അടുത്ത ദിവസം നാളെ ഇത് കഴിക്കുമ്പോൾ കൊച്ചു കൂട്ടുകാരുടെ അഭിപ്രായം നമുക്ക് നോക്കി ഇതിൻ്റെ റിവ്യൂ നമുക്കൊന്ന് നോക്കാം. ഒലോസോപ്പോ. കഴിഞ്ഞ ദിവസം നമ്മൾ പൊട്ടിച്ച ഒലോസാപ്പോയുടെ ഫ്രൂട്ടാണ് ഇത്. ഇന്നലെ പൊട്ടിച്ചതാണ്. കണ്ടോ, കളർ കണ്ടോ? മിനിങ്ങാന്ന് പൊട്ടിച്ചത്, 2 ദിവസമായി പൊട്ടിച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഞങ്ങൾ നോക്കാൻ പോവാണ്. നല്ല ക്രീമിയാണ്. ശർക്കരയുടെ മണമുണ്ട്, ശർക്കരയുടെ ടേസ്റ്റും ഉണ്ട്. നല്ല മധുരമുണ്ട്. നല്ല ക്രീമിയാണ്, നല്ല ശർക്കരയുടെ ടേസ്റ്റ് ഉണ്ട്. നല്ല ക്രീമിയാണ്. ശർക്കര എങ്ങനെ കഴിക്കുന്നു അതുപോലെ ഒരു ഫ്ലേവറാണ്.